ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ദ ഷാഡോ 12-ാം ഭാഗം. രചന ആമിക, അവതരണം ബിൻസു ഷിജി. മോനെ, നീ വന്നായിരുന്നോ? ഞാൻ ഒരുപാട് നേരമായി കാത്തിരിക്കുന്നു. വാ, നമുക്ക് പള്ളിമേടയിലേക്ക് പോകാം. അച്ഛൻ്റെ വിറയാർന്ന സ്വരത്തിൽ ഒരുതരം തീരാവേദന നീളിച്ചിരുന്നു. നകുൽ ആ വൈദികനെ സൂക്ഷിച്ചു നോക്കി. കാലം ആ മുഖത്ത് ആഴത്തിലുള്ള ചുളിവുകൾ വീഴ്ത്തിയിരിക്കുന്നു. കണ്ണുകളിൽ എവിടെയോ ഒരു സങ്കട സമുദ്രം ഇരമ്പുന്നുണ്ടായിരുന്നു. പാവം, ഈ പ്രായത്തിൽ ഇത്രയധികം ആഘാതങ്ങൾ എങ്ങനെ താങ്ങാനാണ്? മോനെ, ഇന്നലെ കൂടി എൻ്റെ അടുത്ത് വന്ന് കുമ്പസാരിച്ചിട്ട് പോയ കുട്ടിയാ മാനസ. എന്ത് ചെയ്യാനാ? പാവം, മരണത്തിന് മുൻപുള്ള ഒരുക്കമാണെന്ന് ആരെങ്കിലും കരുതിയോ? വൈദികൻ വിങ്ങലോടെ പറഞ്ഞു. മാനസ, അവളെപ്പോലൊരു നിഷ്കളങ്കയായ പെൺകുട്ടിക്ക് എന്തായിരിക്കും കുമ്പസാരിക്കാനുണ്ടായിരിക്കുക? ചോദിക്കണമെന്നുണ്ട്, പക്ഷേ അത് ക്രൈസ്തവ നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. ഒരു വൈദികനും കുമ്പസാര രഹസ്യം പുറത്തു പറയില്ലെന്ന് നകുലിന് നന്നായി അറിയാമായിരുന്നു. അവൻ നിശബ്ദനായി ആ വേദന നെഞ്ചിലേറ്റി. അച്ഛാ, ഇന്നലെ ആരെയോ കണ്ടതായി പറഞ്ഞിരുന്നല്ലോ, അതെവിടെയായിരുന്നു? പുറത്തേക്ക് നടക്കുമ്പോൾ പെട്ടെന്ന് നകുൽ ചോദിച്ചു. ആ, ഞാൻ വ്യക്തമായി കണ്ടു. ഒരു രൂപം, പക്ഷെ ആരാണെന്ന് തിരിച്ചറിയാനായില്ല. മഴക്കോട്ട് പോലുള്ള എന്തോ ഒന്ന് ധരിച്ചിരുന്നു. പള്ളി കോമ്പൗണ്ടിലെ പേരമരത്തിൻ്റെ ചൂട്ടിലേക്കാണ് അയാൾ ചാടിയത്. അങ്ങനെയെങ്കിൽ മഠത്തിൻ്റെ ആ വശത്തുള്ള ചാമ്പമരത്തിൻ്റെ ഭാഗത്തേക്കായിരിക്കും അയാൾ പോയിട്ടുണ്ടാവുക. അച്ഛൻ കണ്ണുകൾക്ക് മുകളിൽ കൈവച്ച് ആലോചനാപൂർവ്വം പറഞ്ഞു. അച്ഛൻ പള്ളിയിലേക്ക് നടന്നോളൂ, ഞാനൊന്ന് നോക്കട്ടെ. മാനസയുടെ മരണം സാധാരണമാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും അച്ഛൻ കണ്ട ആ കാഴ്ച അവഗണിക്കാനാവില്ലല്ലോ. ശരി മോനെ, ഞാൻ അവിടെ ഉണ്ടാവും. ഒന്ന് കിടക്കണം. രാവിലെ മുതൽ എൻ്റെ കുഞ്ഞിനു വേണ്ടിയുള്ള ഓട്ടമായിരുന്നു. വല്ലാത്ത ക്ഷീണം. വിറയ്ക്കുന്ന കാലുകളുമായി അദ്ദേഹം പള്ളിമേട ലക്ഷ്യമാക്കി നടന്നു. നീണ്ട 20 വർഷങ്ങൾ തെരുവിൽ ഭിക്ഷ യാചിച്ച് നടന്ന തന്നെ ദൈവം കൈപിടിച്ച് ഇവിടെ എത്തിച്ചത് എന്തിനായിരുന്നു? തൻ്റെ ബാല്യവും കൗമാരവും പൂത്തുലഞ്ഞ ഈ സ്വപ്നലോകത്ത് ഇപ്പോൾ ചോരയുടെ മണം തങ്ങി നിൽക്കുന്നു. മാനസ രോഗിയായിരുന്നു എന്നത് സത്യം, പക്ഷേ ഇത്ര പെട്ടെന്നൊരു മരണം? ചിന്തകളുടെ ഭാരവും പേറി നകുൽ ആ കോമ്പൗണ്ടിലേക്ക് കണ്ണോടിച്ചു. ഒരു കാലത്ത് താൻ ഓടിച്ചാടി നടന്ന അതേ മണ്ണ് ഇന്നത് വലിയൊരു നിഗൂഢതയുടെ ശവപ്പറമ്പ് പോലെ അവനു മുന്നിൽ മൗനം പാലിച്ചു. താൻ നടക്കുമ്പോൾ ചെരുപ്പിൽ തട്ടിയ മണ്ണ് പോലും തന്നോടെന്തോ പറയാൻ വെമ്പുന്നത് പോലെ. മാനസയുടെ മരണത്തിന് പിന്നിലെ സത്യം, ആ മഴക്കോട്ടിട്ട രൂപം, എല്ലാത്തിനും പിന്നിൽ മറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് കണ്ടെത്താൻ നകുലിന്റെ മനസ്സ് വെമ്പി തുടങ്ങി. എടോ, താൻ കൂടി എനിക്കൊപ്പം വന്നേ. നിങ്ങളുടെ പരിധിയിലുള്ള കേസാകുമ്പോൾ ഇവിടെ ഞാനൊരു തിരച്ചിൽ നടത്തുന്നത് ശരിയല്ലല്ലോ. കാവൽ നിന്നിരുന്ന പോലീസുകാരിൽ ഒരാളെ കൂടെ കൂട്ടിക്കൊണ്ട് നകുൽ പറഞ്ഞു. അയാൾ ഒരു തലയാട്ടലോടെ നകുലിനൊപ്പം കൂടി. സാറേ, ദേ നോക്കിയേ. പെട്ടെന്നാണ് ആ പോലീസുകാരന്റെ ശബ്ദമുയർന്നത്. അയാൾ നീട്ടിയ സാധനത്തിലേക്ക് നകുൽ സൂക്ഷിച്ചു നോക്കി. ഒരു ID കാർഡ്. തോമസ് ജോസഫ്. ഫോട്ടോയിലുള്ള ആളെ എവിടെയോ കണ്ടിട്ടുള്ളതുപോലെ. ഒരപരിചിതത്വം തോന്നുന്നില്ല. പക്ഷെ എവിടെ വെച്ച്? ആലോചനയോടെ വീണ്ടും അവിടെ തന്നെ തിരയുമ്പോൾ ഒരു പേഴ്സ് കൂടി കയ്യിൽ കിട്ടി. അതിനുള്ളിലും അയാളുടെ തന്നെ തിരിച്ചറിയൽ രേഖകളും കുറച്ച് പണവും ഉണ്ടായിരുന്നു. ഇതെല്ലാം സ്റ്റേഷനിൽ എത്തിക്കണം. അന്വേഷണത്തിന് ഇത് വലിയൊരു വഴിത്തിരിവാകും. ആ വാലറ്റിന്റെയും ID കാർഡിന്റെയും ചിത്രങ്ങൾ ഫോണിലേക്ക് പകർത്തിയ ശേഷം നകുൽ അത് കോൺസ്റ്റബിളിനെ ഏൽപ്പിച്ചു. നേരെ ചെന്നത് അച്ഛൻ്റെ അടുത്തേക്കായിരുന്നു. അച്ഛാ, ഈ ഫോട്ടോയിലുള്ള ആളെ അറിയുമോ? എനിക്ക് എവിടെയോ കണ്ടു മറന്നതുപോലെ തോന്നുന്നു. അച്ഛൻ ആ ID കാർഡിലേക്ക് സൂക്ഷിച്ചു നോക്കി. എടാ, നീ മറന്നോ? ഇത് നമ്മുടെ തോമസ് അല്ലേ? നമ്മുടെ പിള്ളേർ 1 മാസം മുമ്പ് ഒരു ക്യാമ്പിന് പോയത് ഓർക്കുന്നുണ്ടോ? അന്ന് ആ ക്യാമ്പിന് നേതൃത്വം നൽകിയത് ഇവനായിരുന്നു. അച്ഛൻ പെട്ടതിന് പഠിക്കുന്ന കുഞ്ഞാ. അല്ല, ഇതിപ്പം നിനക്ക് എവിടെ നിന്നാ കിട്ടിയത്? അച്ഛന്റെ ചോദ്യം അവഗണിച്ചുകൊണ്ട് നകുൽ ചോദിച്ചു. ആ ക്യാമ്പിന് മാനസ പോയിരുന്നോ? 8ാം ക്ലാസ് കഴിഞ്ഞ എല്ലാ കുട്ടികളും ഉണ്ടായിരുന്നു ആ ക്യാമ്പില്. അങ്ങനെയാണെങ്കിൽ മാനസ കുട്ടിയും പോയിട്ടുണ്ടാവും. പഴയതുപോലെ അല്ലടോ, ഓർമ്മ തീരെയില്ല. എല്ലാം മറന്നു പോകുന്നു. പ്രായമായില്ലേ? ക്യാമ്പിന്റെ കൂടുതൽ വിവരങ്ങൾ സിസ്റ്ററിനോട് ചോദിക്കണം. അല്ല, ഇപ്പോൾ ഈ ചോദ്യത്തിന്റെ കാര്യം എന്താ? അച്ഛന്റെ മുഖത്ത് ആശങ്ക നിഴലിച്ചു. പ്രത്യേകിച്ച് ഒന്നുമില്ല. അവിടെ ഈ ID കാർഡ് കണ്ടതുകൊണ്ട് ചോദിച്ചതാണ്. അച്ഛാ, ഈ തോമസ് ഇപ്പോൾ എവിടെയുണ്ട്? ഒന്ന് കാണാൻ പറ്റുമോ? അത് പെട്ടെന്നൊന്നും നടക്കില്ല കുഞ്ഞെ. ഇന്നലെ നമ്മുടെ വല്യച്ഛനും കൂട്ടരും ഗോഹട്ടിയിലേക്ക് പോയിട്ടുണ്ട്. അവർക്കൊപ്പം അയാളും ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. അറിയാലോ, ഞങ്ങളുടെ സന്യാസ സമൂഹം മിഷണറി ലൈഫിലാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇടയ്ക്കൊക്കെ ഗോഹട്ടിയിലെ ആശ്രമം സന്ദർശിക്കാറുണ്ട്.
അച്ഛൻ്റെ ചുളിവുകൾ വീണ മുഖത്ത് സംശയത്തിൻ്റെ നിഴൽ കൂടി. മോനെ, നീ ഇതൊക്കെ ചോദിക്കണമെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ. എന്താ കാര്യം? നകുൽ ഒന്ന് നിന്നു. അച്ഛൻ പറഞ്ഞില്ലേ രാത്രിയിൽ ആരോ ഒരാൾ മതിൽ ചാടുന്നത് കണ്ടെന്ന്. ഞങ്ങൾ തിരഞ്ഞപ്പോൾ കിട്ടിയതാണിത്. അങ്ങനെയാണെങ്കിൽ ഇന്നലെ രാത്രി ചാടിയത് അയാളല്ലേ എന്നൊരു സംശയം. എനിക്കെന്തോ വല്ലാത്ത ദുരൂഹത തോന്നുന്നു. ഞാൻ സിസ്റ്ററമ്മയെ ഒന്ന് കണ്ട് കാര്യങ്ങൾ ചോദിച്ചറിയട്ടെ. അച്ഛൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ നകുൽ പുറത്തേക്ക് നടന്നു. അയാളുടെ മനസ്സിൽ സംശയത്തിന്റെ കനലുകൾ എരിഞ്ഞു തുടങ്ങിയിരുന്നു. ഗോഹട്ടിയിലേക്കുള്ള ദൂരം വെറും കിലോമീറ്ററുകൾ മാത്രമല്ല, ഒരു കൊലപാതകത്തിന്റെ തെളിവുകൾ തേടിയുള്ള വലിയൊരു യാത്രയുടെ തുടക്കം കൂടിയാണെന്ന് നകുലിന് തോന്നി. സിസ്റ്ററമ്മയുടെ മുറി ലക്ഷ്യമാക്കി നടക്കുമ്പോൾ ഓരോ ചുവടും അവനെ സത്യത്തിലേക്ക് അടുപ്പിക്കുന്നുണ്ടായിരുന്നു. മഠത്തിന്റെ ഗേറ്റ് കടന്ന് മുന്നോട്ട് നടക്കുമ്പോഴാണ് ഒരു പോലീസ് വാഹനം പൊടിപടലങ്ങൾ ഉയർത്തി അവിടേക്ക് പാഞ്ഞെത്തിയത്. നകുൽ പെട്ടെന്ന് നിന്നു. വണ്ടിയിൽ നിന്നിറങ്ങിയത് തന്റെ സ്റ്റേഷനിലെ CI തന്നെയാണ്. ഉയർന്ന ഉദ്യോഗസ്ഥനായതുകൊണ്ട് ഒരു നിമിഷം അറ്റൻഷനായി നിന്ന് സല്യൂട്ട് നൽകി അദ്ദേഹം പുറത്തിറങ്ങുന്നതുവരെ നകുൽ കാത്തുനിന്നു. എന്തായടോ കാര്യങ്ങൾ? ഇവിടെ അസ്വാഭാവികമായിട്ടൊന്നും കണ്ടിട്ടില്ലല്ലോ അല്ലേ? CI കോൺസ്റ്റബിളിന് നേരെ നോക്കി ഗൗരവത്തിൽ ചോദിച്ചു. ഇല്ല സാർ, പക്ഷേ ചെറിയ 1-2 കാര്യങ്ങൾ പുറത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. അത് സാറൊന്ന് പരിശോധിക്കണം. കോൺസ്റ്റബിൾ മറുപടി പറഞ്ഞതും CIയുടെ കണ്ണുകൾ അടുത്തു നിന്ന് നകുലിൽ പതിഞ്ഞു. അദ്ദേഹം ഒന്ന് അമ്പരന്നു. നകുൽ, താനെന്താ ഇവിടെ? ഇത് തന്റെ ജുറിഡിക്ഷൻ അല്ലല്ലോ. പിന്നെ താനെങ്ങനെ ഇവിടെ? നകുൽ അല്പം പരുങ്ങി. അത് സാർ, ഇതാണ് എൻ്റെ വീട്. ഞാനും ഇവിടെയാ വളർന്നത്. എൻ്റെ അനുജത്തിക്കുട്ടി മരണപ്പെട്ടപ്പോൾ അച്ഛൻ വിളിച്ച് പറഞ്ഞിട്ട് വന്നതാണ്. നകുലിന്റെ വാക്കുകൾ കേട്ടതും CIയുടെ മുഖത്തെ ഗൗരവം ഒന്ന് മങ്ങി. പകരം അവിടെ അഗാധമായ സങ്കടം നിഴലിച്ചു. അദ്ദേഹം ദീർഘശ്വാസം എടുത്ത് നകുലിനെ നോക്കി. ഓ, താനൊരു ഓഫനായിരുന്നോ? സോറി നകുൽ, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. CI നകുലിന്റെ തോളിൽ സാന്ത്വനത്തോടെ കൈവച്ചു. തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹം അകത്തേക്ക് നടന്നു. ആ ചെറിയ സ്പർശത്തിൽ ഒരുതരം ആശ്വാസം നകുലിന് തോന്നി. എന്നാൽ അകത്തേക്ക് കയറുമ്പോൾ CIയുടെ മുഖത്ത് വീണ്ടും അന്വേഷണത്തിന്റെ ഗൗരവം തിരികെ എത്തിയിരുന്നു. ഇവിടെ നടന്നത് വെറുമൊരു മരണമാണെന്ന് തോന്നുന്നില്ല നകുൽ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരാൻ വൈകുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല. എന്നാൽ ഈ മരണം ഒരുപാട് സത്യങ്ങളെ പുറത്തു കൊണ്ടുവരും എന്നെനിക്ക് തോന്നുന്നു. സിസ്റ്ററമ്മയുടെ മുറിക്ക് മുന്നിൽ എത്തിയപ്പോൾ CI നിന്നു. നകുലിന്റെ കയ്യിലുണ്ടായിരുന്ന തോമസ് ജോസഫിന്റെ ID കാർഡും പേഴ്സും അദ്ദേഹം വാങ്ങി പരിശോധിച്ചു. ആ മുഖം കൂടുതൽ ഇരുണ്ടു. തുടരും. അടുത്ത ഭാഗവുമായി കാണും വരെ ബൈ ബൈ. സ്റ്റേ സേഫ്.